സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഒരുപാട് റേപ്പ് അറ്റംപ്റ്റ്സ് ഇല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ശരിയല്ലേ? അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരാളൊരു റേപ്പ് അറ്റംപ്റ്റിലായിപ്പോയി, ഒരാൾ അറ്റാക്ക് ചെയ്യുവാണ് എന്നാണെങ്കിൽ അറ്റാക്ക് ചെയ്യണ മൊമെന്റിലും വരാം, അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനെങ്കിലും സാധിക്കും. പലരും രക്തം മാറുന്ന മരിച്ചുപോയവരുണ്ട്. എന്തുകൊണ്ടാണ്? സമയത്തിന് അവിടെ ആളെത്തി പറ്റാത്തതുകൊണ്ട്, ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നറിയാത്തതുകൊണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് സെന്റിനോറ ടെക്നോളജീസ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു 2014-15 അവർ പറയും ഇനി ഒന്നുമില്ല, കരിയർ ഇല്ല, തീർന്നു എന്ന് പറഞ്ഞ് കുടുംബവും ഇല്ലെങ്കിൽ നാടും വീടും എല്ലാം പറഞ്ഞ് നമ്മളെ അവഹേളിച്ചൊരു സൈഡിൽ നിർത്തുന്ന ഒരു സമയമാണ്. IDCL ആദ്യത്തെ ഇൻക്യുബേറ്റഡ് കമ്പനിയായിട്ട് ഞാൻ അവിടെ ചെല്ലുക. അപ്പോഴും എൻ്റെ കൂടെ ഉള്ളവർ അവിടെ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഞാനൊരു സംരംഭകനായിട്ട് തിരിച്ചാ കോളേജിന്റെ അകത്തേക്ക് ചെന്നു. എന്താ കമ്പനിക്ക് ഇപ്പോഴുള്ള പേര്? അന്ന് തുടങ്ങിയപ്പോഴുള്ള പേരാണോ ഇപ്പോൾ, അതോ വേറെ എന്തെങ്കിലും പേരുണ്ടോ? തീർച്ചയായും ത്രെഡിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഈ ഒരു എപ്പിസോഡ് വേണ്ടി വരില്ല. സൊല്യൂഷൻ ആണെങ്കിൽ ഇപ്പൊ പോലീസ് പറയുന്നത് ജാഗ്രത മതി, ഭയം വേണ്ട. ഒരു മനുഷ്യനോട് എന്ത് പറയണം, എന്തൊക്കെ പറയരുത് എന്ന് ആദ്യം പഠിക്കണം. വെൻ ടു സ്പീക്ക്, വാട്ട് ടു സ്പീക്ക്, വെർ ടു സ്പീക്ക് ആൻഡ് ഹും ടു സ്പീക്ക്. അല്ല, ഒറ്റ വാക്കിൽ അത് പറയാൻ പറ്റുള്ളൂ. ഇനി വരുന്ന കാലങ്ങളിൽ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാത്ത എല്ലാ സ്ഥാപനങ്ങളും അടുത്ത കുറച്ച് കൊല്ലങ്ങൾക്കുള്ളിൽ ക്ലോസ് ആവും. നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ സൈബർ ഇടങ്ങൾ സുരക്ഷിതമാണോ? ഓരോ ദിവസവും ഒട്ടനവധി രൂപയും ഒട്ടനവധി വിവരങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു ലോകത്താണ്, അല്ലെങ്കിൽ സൈബർ ഇടത്താണ് നമ്മളിന്ന് ജീവിക്കുന്നതെന്നാണ് പൊതുവെ പറയുന്നത്. AI വരുന്നു, സൈബർ സെക്യൂരിറ്റി വരുന്നു, ടെക്നോളജി ഓരോ ദിവസം കണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ടെക്നോളജി സ്വായത്തമാക്കുക? എങ്ങനെയാണ് സൈബർ ഇടങ്ങളിൽ സുരക്ഷിതരാകുക? ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഒരു ടെക്കി എത്തിയിരിക്കുകയാണ്. ടെക്കിയല്ല, ഒരു സംരംഭകനാണ്. മാറുന്ന ടെക്നോളജിയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയാണ്. ഡാൽവി എന്നാണ് പേര്. ഡാൽവി എൻ്റെ സുഹൃത്താണ്. ഡാൽവി, സ്പാർക്കിൻ്റെ വേദിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഡാൽവി ടെക്നോളജി അധിഷ്ഠിതമായി ചെയ്യുന്നൊരു സംരംഭകനാണ്. അതെ. ഡാൽവിയുടെ ജീവിതവും എല്ലാം ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ ഡാൽവിനെ AI എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് കൂടുതൽ ടെക്നോളജിനെ കുറിച്ചാണെങ്കിലും ഡാൽവിയുടെ നാട്, വീട്, എങ്ങനെ ഈ സംരംഭത്തിലേക്ക് വന്നു എന്നുള്ള ആ ഒരു സ്റ്റോറി ചെറുതായിട്ടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. എൻ്റെ നാട് ശരിക്കും കുറുപ്പമ്പടി വേങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ജനിച്ചതും വളർന്നതും എല്ലാം ഇടുക്കി കട്ടപ്പനയിലാണ്. എൻ്റെ ഫാദർ വന്നിട്ടൊരു പ്ലാന്ററാണ്, ഒരു കർഷകനാണ്. ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം. എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസവും അവിടെ തന്നെയായിരുന്നു, ഇടുക്കിയിലായിരുന്നു. അതിനുശേഷം സൈന്യത്തിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് +1 +2 പഠിക്കാൻ വന്നു മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി. അത് ഈ കട്ടപ്പനയിലൊന്നും സ്കൂളിലാത്തതുകൊണ്ടാണ് മൂവാറ്റുപുഴയ്ക്ക് വന്നത്? സ്കൂളുണ്ട്, പക്ഷേ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് പഠിക്കണം. അപ്പോൾ കുറച്ചും കൂടെ കരുത്താവും, NCCയിലൊക്കെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. മെയിനായിട്ട് അതൊന്നും അല്ല, കാരണം വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു ചിന്തയും കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, മൂവാറ്റുപുഴയിലേക്ക് വന്നത്. മൂവാറ്റുപുഴ +1 +2 അവിടെ കഴിഞ്ഞു. അതിനുശേഷം ഈ മിലിറ്ററി എന്നൊരു മോഹം ചെറുപ്പം തുടങ്ങി മനസ്സിൽ കൂടിയതാണ്. കാരണം ശരീരം ഇപ്പം ഇച്ചിരി വീക്കായി പോയായിരുന്നു. ഓക്കെ, മിലിറ്ററി എന്നൊരു മോഹം. അതിനുശേഷം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ BTechന് ചേർന്നായിരുന്നു. BTechന് ചേർന്ന് നമുക്ക് മനസ്സിലായി, BTech ചെന്നപ്പോൾ അവിടെ പ്രാക്ടിക്കൽസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, അവർ എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള പ്രാക്ടിക്കൽസ് നമ്മൾ കണ്ടതേ അല്ല BTech എന്ന് നമുക്ക് മനസ്സിലായി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ BTech ഡ്രോപ്പ് ചെയ്ത് ഞാൻ CRPF സെലക്ഷന് വേണ്ടിയിട്ട് പോയി, ബാംഗ്ലൂർ പോയി. പട്ടാളം വിട്ടില്ല, ആ ഒരു ലക്ഷ്യത്തിൽ തന്നെ മുമ്പോട്ട് പോയി. അപ്പോൾ CRPFൻ്റെ സെലക്ഷന് ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ ചെന്നു, ആ ഒരു സിറ്റിയൊക്കെ കണ്ടു. പിന്നെ ബാംഗ്ലൂർ ലൈഫ് അങ്ങ് വേണമെന്നൊരാഗ്രഹം. അപ്പോൾ CRPFൻ്റെ സെലക്ഷന് പോയി, ആ ഒരു ലക്ഷ്യം അവിടെ തന്നെയുണ്ട്. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അത് ഡോക്യുമെൻറ്റേഷൻ എല്ലാം ചെയ്തു വന്നു. അപ്പോൾ അമ്മയുടെ സങ്കടം, അമ്മയുടെ കരച്ചിൽ, മോൻ തിരിച്ചു വാ, മോൻ അവിടെ നിൽക്കണ്ട, നാട്ടിൽ വാ, എൻ്റെ മോൻ എൻ്റെ കൂടെ നാട്ടിൽ നിന്നാൽ മതി. സെന്റിമെന്റൽ അപ്രോച്ചായിരുന്നു. അപ്പം ഞാൻ പതുക്കെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. പക്ഷെ അതൊരു ട്രാപ്പായിരുന്നു എന്ന് അപ്പോഴാണ് മനസ്സിലായത്. വീണു. അതിനുശേഷം എന്താണ് പരിപാടി എന്ന് ചോദിക്കുന്നത്. നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു 2014-15 അങ്ങനെ പറയുമ്പോൾ അവർ പറയും ഇനി ഒന്നുമില്ല, കരിയർ ഇല്ല, തീർന്നു എന്ന് പറഞ്ഞ് കുടുംബവും
ഇല്ലെങ്കിൽ നാടും വീടും എല്ലാം പറഞ്ഞ് നമ്മളെ അവഹേളിച്ചൊരു സൈഡിൽ നിർത്തുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് നമുക്ക് ചെറുപ്പത്തിൽ നമുക്കൊരു 9ാം ക്ലാസ്സൊക്കെ എപ്പോഴും വീട്ടിലൊരു ചെറിയൊരു കമ്പ്യൂട്ടർ എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുപ്പം തുടങ്ങി ഓരോ കാര്യങ്ങൾ യൂട്യൂബ് ഇല്ലെങ്കിൽ ഓരോ മീഡിയാസ്, അന്ന് ChatGPT പറയുന്ന പോലെ ജിംനി അങ്ങനെ ഒന്നുമില്ല. നമ്മൾ തന്നെ റിസർച്ച് ചെയ്യുക, ഇപ്പോൾ പല പുസ്തകങ്ങൾ വായിക്കുകയിൽ ഓൺലൈൻ മീഡിയാസിൽ വായിക്കുന്നത് വെച്ചാൽ സൈബർ സെക്യൂരിറ്റിയുടെ കുറച്ച് ബേസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഓരോ ചുവടും വെച്ച് പതുക്കെ വളരെ പതുക്കെ വെച്ച് വന്ന് കുറച്ച് പ്രൊജക്ട്സ് കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടിയാണ് ഞാനിപ്പോൾ എന്താ പറയുക, ഒരു സ്റ്റാർട്ടപ്പിലേക്കെല്ലാം വന്നത്. അല്ല, ഈ അപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്തു, വേറെ പഠിക്കാനൊന്നും പോയില്ല? പിന്നെ പഠിക്കാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ ഞാൻ ഈ CRPFൻ്റെ സെലക്ഷനൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം എന്താ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചെയ്ത ചെറിയ പ്രൊജക്ട്സും ഉണ്ട്. അപ്പം നമുക്കതൊരു സ്കില്ലും തോന്നി. ഞാൻ EC കൗൺസിലിൽ സൈബർ സെക്യൂരിറ്റിയിലൊരു സർട്ടിഫൈഡ് കോഴ്സൊക്കെ ചെയ്തു. ഈ എന്താ പറയുക, ഡ്രോപ്പ് ഔട്ടായി നിന്നേ ഒരു സമയത്ത് ചെയ്തു കഴിഞ്ഞിട്ട് ഗ്രാജുവേഷന് പോയി. BCA ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഡിഗ്രിയാണ് ചെയ്തത്. അത് ചെയ്തത് പാല രാമപുരം മാറഗുസ്തിനോസ് കോളേജിലാണ് ഞാൻ ഗ്രാജുവേഷൻ ചെയ്തത്. അപ്പോൾ ഫാദറിൻ്റെ ഒരു എന്താ പറയുക ട്രാപ്പാ, നീ ഇനി സ്പോർട്സ് കോട്ടയിലോ ഇനി വേറെ എവിടെയും പഠിക്കാൻ പോകണ്ട, നീ നേരെ പാല രാമപുരത്ത് പോയി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, ഇത്രേ ഉള്ളൂ. ഇനി അഥവാ സ്പോർട്സിൽ പോയി കഴിഞ്ഞാൽ ഇനി പട്ടാളത്തിലേക്ക് പോയാലോ എന്നൊരു പേടി. അതുകൊണ്ട് അവിടെ അവിടെ ചേർന്നു. ഹോസ്റ്റലിലാണ് കൊണ്ടുവിട്ടത്. അച്ഛന്മാരുടെ ഹോസ്റ്റലായതുകൊണ്ട്, ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ ആയതുകൊണ്ട് നല്ല സ്ട്രിക്റ്റ് ആണ്. പുറത്തിറങ്ങാൻ പറ്റില്ല. ലോക്കായി. വേറെ ഒന്നുമില്ല. കോളേജ് നേരെ ഹോസ്റ്റൽ, കോളേജ് ഹോസ്റ്റൽ, ആ ഒരു ഇതായിരുന്നു. ജീവിതം ഒരു റൗണ്ടിൽ ചുറ്റി. പക്ഷെ 2 ദിവസം മാത്രമേ റൗണ്ടിൽ ചുറ്റിയുള്ളൂ. കോളേജിൽ ചേർന്നു. ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ ഈ സ്റ്റാർട്ടപ്പിൻ്റെ കൺസെപ്റ്റ് മനസ്സിൽ വന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളും ചെറുപ്പത്തിൽ ഡെവലപ്പ് ചെയ്ത് വെച്ചു. ഞാനൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് വെച്ച സമയം തുടങ്ങിയിട്ട് ഒരു സംരംഭകൻ, ഇല്ലെങ്കിൽ ഒരു പ്ലാൻ ബി, ഇപ്പോൾ എനിക്ക് ആർമിയിൽ സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു പ്ലാൻ ബി വേണം. അങ്ങനെ ഒരു പ്ലാൻ ബിയിലാണ് ഈ പ്രൊജക്ട്സ് എല്ലാം ഡെവലപ്പ് ചെയ്ത് ചെറിയ പ്രൊജക്ട്സ്. ആ പ്രൊജക്റ്റിൽ നിന്ന് ഒരു സംരംഭം ആരംഭിച്ചു. അതായത് ഈ ഹോസ്റ്റലിൽ ഞങ്ങൾ കൂട്ടം കൂടി വൈകിട്ട് ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യണ സമയത്ത് നമ്മളിനി എന്ത് ചെയ്യും? കൂടെ നിൽക്കണ ആരുടെയും കയ്യിൽ പൈസ ഇല്ല. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ ഫാദർ ഒരു മാസം ഒരു 100 രൂപ 150 രൂപയൊക്കെ എനിക്ക് തരും. ചായ ഒരു മാസം തരും. അപ്പോൾ ബാക്കിയുള്ളവരെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ആയിരിക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ചർച്ച ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മുടെ മുമ്പിൽ ഫയലിൻ്റെ അകത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്, EC കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ് ഇരിക്കുക. എനിക്ക് സൈബർ സെക്യൂരിറ്റിയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു 6 പേര് കൂടിയിട്ട് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഐഡിയ അന്ന് വൈകിട്ട് പറയുവാണ്, നമുക്കിങ്ങനെ ചെയ്യാം. 150 രൂപയും കൊണ്ട്, ഈ 150 രൂപയും വെച്ചോണ്ട്. ഓക്കെ, ഈ 150 രൂപയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ, ഒരു റിസർവേഷൻ, വളരെ കുറച്ച് പൈസ റിസർവ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 5000 രൂപയോളം എൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് മലപ്പുറം പൊന്നാനി തിരൂർ ഗവൺമെൻറ് സ്കൂളിൽ ഞാൻ ഈ റോബോട്ടിക്സിൻ്റെ ഒരു ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ശാസ്ത്രമേളയ്ക്ക് പോകുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് എടുക്കാൻ പോയി. അപ്പോൾ ഒരു 4 മണിക്കൂർ ക്ലാസ് എടുത്തതിന് അന്ന് എനിക്കൊരു 8000 രൂപ തന്നവർ. ഈ 8000 രൂപയിൽ 5000 രൂപ സേവ് ചെയ്ത് വെച്ച് ആ 5000 രൂപയും കൊണ്ടാണ് ഞങ്ങൾ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. ഈ തുടങ്ങാൻ ചെല്ലുന്ന സ്ഥലമാണെങ്കിൽ അതിലും അടിപൊളിയാണ്. അത് രാമപുരത്താണ് ഞാൻ പഠിച്ചത്. ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ചെല്ലുന്നത് കാക്കൂര് പിറവം ടെക്നോളജി എന്ന് പറഞ്ഞ റൂറൽ IT പാർക്ക് ഉണ്ട്. എനിക്കറിയാം. എൻ്റെ ബൈജു സാറും അവിടുത്തെ CEO മിസ് ബീമോൾ മേഡമാണ് എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു കരിയർ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. 5000 രൂപ കൊണ്ട് ഒരു 6 പേര് അല്ലെങ്കിൽ 5 പേര് അവിടെ ഒരു കമ്പനി തുടങ്ങാൻ, ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ കൊണ്ട് ചെല്ലും. എപ്പോഴും മാഡം പറയും, ഡാൽവി വന്നത് ഒരു സൈഡിൽ ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് അടുത്ത സൈഡിൽ ഇങ്ങനെ കിടക്കുന്നു, ഒരു പീക്കിരി പോലെ ഒരു ചെറുക്കൻ അവിടെ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വന്നു. അങ്ങനെ ചെന്നു, 5000 രൂപ കൊണ്ട് ചെന്നു. പക്ഷേ അന്ന് അവർ നമ്മുടെ കൺസെപ്റ്റ്സ്, അതായത് എന്താ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും. ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ, മാഡം ഞങ്ങൾ സൈബർ സെക്യൂരിറ്റിയുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഞങ്ങൾക്ക് ആദ്യം ഒരു കോഴ്സ് കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതായത് കുട്ടികൾക്ക് കോഴ്സ് കൊടുക്കണം. 2ാം ഘട്ടത്തിൽ ഒരു വെബ് ഡെവലപ്മെൻറ്റ്, ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ്, 3ാം ഘട്ടത്തിൽ ഒരു സൈബർ സെക്യൂരിറ്റി ഓഡിറ്റിംഗ് കമ്പനിയായിട്ട് മാറ്റണം എന്നൊരു ആഗ്രഹമാണ് നമ്മളവിടെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അവിടെ വേറെ ആർക്കും അന്നില്ല. ഈ സൈബർ സെക്യൂരിറ്റിയിൽ AI ഒക്കെ ഇവിടെ ആയി വരുന്നേ ഉള്ളൂ, നമ്മുടെ നാട്ടിലായി വരുന്നേ ഉള്ളൂ. ഏത് വർഷം പറയുന്നത്? ഇത് ഏകദേശം 2015
2015 ആണ്. ഓക്കെ. അപ്പോൾ നമ്മളവിടെ ചെല്ലുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്നു, നമ്മളവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും ചെയ്തു. അവർ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഏകദേശം ഒരു 1500 രൂപയോളമാണ് ഞങ്ങളുടെ അടുത്തുനിന്നൊരു കമ്പനി അവിടെ രജിസ്റ്റർ ചെയ്യാൻ അവർ എടുത്തിട്ടുള്ളൂ. സഹതാപം തോന്നിയിട്ടുണ്ട്. സഹതാപം തോന്നുക. പിന്നെ അവരുടെ നല്ല മനസ്സ്, അത് ഞാൻ പറയും. കാരണം വൈസാറും മാമൊക്കെ എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റോ ഫുൾ അങ്ങ് തന്നേക്കുക, ഒരു ക്യാബിൻ്റെ അതൊരു റോ ഫുള്ള് ഞങ്ങൾക്ക് തന്നേക്കുക. ശരിക്കും അന്ന് അവിടെ 2200 രൂപയുണ്ട് ഒരു സീറ്റിന്. ആ റോ ഫുള്ളി ഞങ്ങൾക്ക് തന്നേക്കുക. എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ രാവിലെ ആകുമ്പോൾ അവിടെ ഓഫീസ്, നൈറ്റ് ആകുമ്പോൾ അവിടെ തന്നെ കിടത്തം. വേറെ ഒന്നും കൊണ്ടല്ല, രാത്രി തിരിച്ച് രാമപുരം വരെ പോകണമെങ്കിൽ വണ്ടിക്കാശ് വേണം. പല ദിവസങ്ങളിലും ഞങ്ങൾ നടന്നു, രാമപുരം വരെ 19 കിലോമീറ്റർ നടന്നു. പിന്നെ എല്ലാ ദിവസവും നടക്കാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ആ പരിപാടി ഒഴിവാക്കി. പിന്നെ ഒരു പായൊക്കെ വിരിച്ച് ആ ഒരു ടേബിളിൻ്റെ അടിയിലായി കിടത്തം. അവിടുന്ന് ഓരോ സ്റ്റെപ്പ് വെച്ചു. ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അന്നും ചെറിയ രീതിയിലുള്ള മാർക്കറ്റിംഗ്, അധികം ഫണ്ടിങ്ങോ വേറെ ഒന്നുമില്ല, ഉണ്ടായിരുന്ന ഫണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം ചെയ്തു. അതിൽ നിന്ന് വന്ന ലീഡ്സിൽ നിന്ന് ഒരു 4-5 ലീഡ്സ് കൺവേർട്ടായി. ആ കൺവേർട്ടായ ലീഡിൽ നിന്ന് ഒരു കുട്ടിയിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്ത ഏകദേശം 20,000 രൂപയായിരുന്നു. 20,000 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്തത്. അപ്പോൾ ആ പൈസയും വെച്ചുകൊണ്ട് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോയി. ഞാൻ ഡ്രോപ്പ് ഔട്ട് ആയ കോളേജിൻ്റെ അകത്ത് IEDC സെല്ലുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അടിയിൽ വരുന്നതെന്ന് തോന്നുന്നു. IEDC സെല്ലുണ്ട്. അപ്പോൾ IEDC സെൽ ആദ്യത്തെ ഇൻക്യുബേറ്റഡ് കമ്പനിയായിട്ട് ഞാൻ അവിടെ ചെല്ലുക. അപ്പോഴും എൻ്റെ കൂടെ ഉള്ളവർ അവിടെ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാനൊരു സംരംഭകനായിട്ട് തിരിച്ച് ആ കോളേജിൻ്റെ അകത്തേക്ക് ചെന്നു. അവിടെയും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു, വിശ്വജ്യോതിയിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഓരോ ചൂടും ഞങ്ങൾ വെച്ചു വന്നത് നല്ല പ്രയാസപ്പെട്ടാണ്. ശരിക്കും ബാക്കിയുള്ള ഒരു സംരംഭകനെ സംബന്ധിച്ച് ഞങ്ങളെക്കാളും ഭയങ്കര മോശം സിറ്റുവേഷനിൽ നിന്ന് വന്നവരുണ്ടാവാം. പക്ഷെ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവഹേളനയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ 6 പേരാണ് അപ്പൊ ഈ കമ്പനിയിൽ ഉണ്ടായിരുന്നത്. അതെ, നിങ്ങൾ 6 പേരായിട്ട് അങ്ങോട്ട് പോവുകയാണ്, ഈ പുതിയ കമ്പനി ഓപ്പൺ ചെയ്യുകയാണ്. അല്ല, അന്നത്തെ സമയത്ത് 6 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും 6-ൽ 4 പേരോളം പോയി. വേറെ ഒന്നും കൊണ്ടല്ല, 500 രൂപ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം അത് 50,000 രൂപയായി വരുമെന്നാണ് ഇവർ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുന്നത്. കാരണം ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരല്ല. എല്ലാവരും ഒരു സാധാരണ ആൾക്കാരെ കുറിച്ചൊന്നും ധാരണയില്ല. ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഞങ്ങൾ കൊണ്ടും കൊടുത്തും പഠിച്ചു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ 2 പേരാണ് ഉള്ളത്. വിശ്വജ്യോതിയിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ 2 പേരാണ് ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല ഭംഗിയായിട്ട് ട്രെയിനിങ് കോഴ്സസ് എല്ലാം കൊടുക്കാൻ പറ്റി. ഒരുപാട് കുട്ടികൾ ഇൻറ്റേൺഷിപ്പും അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് പോയി. അതിനുശേഷം അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ചെയ്തു വെച്ചിരുന്ന പ്രൊജക്ട്സും പുതിയ പ്രൊജക്റ്റുകളിലേക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതിലേക്കുള്ള റിസർച്ചിലേക്കെല്ലാം കടന്നത് വിശ്വജ്യോതിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ട് നമ്മുടെ പ്രൊജക്ട്സ് എല്ലാം പോയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഇതിൽ മെയിനായിട്ട് പറയുന്നത്, ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത്, ഞങ്ങൾ ഈ സൈബർ സെക്യൂരിറ്റിയുടെ സർട്ടിഫിക്കേഷൻ കോഴ്സിന് പോകുന്ന സമയത്ത് 35,000 രൂപയോളം ഒരു കോഴ്സ് ഫീസ് ആവുന്നുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് പല കുട്ടികളും ഈ പൈസ അടക്കാൻ പറ്റാണ്ട് എന്ത് ചെയ്തു, ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയി. അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റിയിൽ ഒരു കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വരും. അത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി വേണം. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. അപ്പോൾ പലർക്കും മീറ്റ് ചെയ്യാൻ പറ്റാണ്ട് പലരുടെ ആഗ്രഹങ്ങളും മാറ്റി വെച്ചു. അത് നമ്മളാൽ നടന്നു. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ വിജയം. രണ്ടാമത്തത് ഞങ്ങൾ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നതാണ്. ഞങ്ങളുടെ പ്രോപ്പർ ഞങ്ങൾ ഉദ്ദേശിച്ച ചാനലുകളിലെല്ലാം ഞങ്ങൾക്ക് എത്തിപ്പറ്റാൻ പറ്റി. റിസർച്ച് മുഖേന നമ്മൾ പല പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലേക്കും എല്ലാം പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ട് മുന്നേറുകയാണ്. അതെ, സ്റ്റെപ്പായിട്ട്. എന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് ഈ വിശ്വജ്യോതിയിൽ നിന്ന് പിന്നെ എങ്ങോട്ട് നടന്നു? വിശ്വജ്യോതിയിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് ഇവിടെ പനമ്പള്ളി നഗറിലൊരു ഓഫീസായിരുന്നു. പനമ്പള്ളി നമ്മൾക്ക് ആ ഒരു ഒരു 1 ഇയറോളം ഞങ്ങൾ അവിടെ നിന്നു. 1 ഇയർ നിന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബാംഗ്ലൂർ, പൂനെ ആൻഡ് പാലാരിവട്ടം, കൊച്ചി പാലാരിവട്ടത്താണ്. 3 സ്ഥലങ്ങളിൽ നിന്ന് ഓഫീസുണ്ട്. 3 സ്ഥലങ്ങളിൽ നിന്ന് ഓഫീസുണ്ട്. 3 സ്ഥലങ്ങളിൽ ഓഫീസുണ്ട്. അതിലും എനിക്ക് പറയാനുള്ളത്, ബാംഗ്ലൂർ ആൻഡ് പൂനെ നമ്മുടെ ഒരു ക്ലൈൻ്റ് ആയിരുന്നു അദ്ദേഹം. ആളുടെ പേര് ജിൻഡോ ടോം. അദ്ദേഹത്തെ റാഡിക്കൽ ടെക്നോളജി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ MD ആണ് ജിൻഡോ ടോം. അദ്ദേഹമാണ് എന്നെ ആദ്യം ബാംഗ്ലൂരിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. വീണ്ടും നമ്മുടെ ബാംഗ്ലൂർ ആഗ്രഹം തിരിച്ചു കിട്ടി. അതാണ് ബാംഗ്ലൂരിലേക്ക് പോകാൻ പറ്റിയത്. ബാംഗ്ലൂർ പോയി അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ അകത്ത് വെച്ച് തന്നെ നമ്മുടെ സ്ഥാപനം മേർജ് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ചാൻസ് തന്നു. കാരണം ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ഒരു എക്സ്പെൻസ്, ഇല്ലെങ്കിൽ പൂനെ പോലെ ഒരു സിറ്റി പോയി കഴിഞ്ഞാൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹം നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്.
തന്നിരുന്നത്. വളരെയധികം പ്രൊജക്ട്സും ക്ലയൻസും പുതിയ പുതിയ ടെക്നോളജികളെ പറ്റിയുള്ള കുറേ അപ്ഡേറ്റ്സും ഇന്നത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അദ്ദേഹം റൺ ചെയ്യുന്ന ട്രെയിനിങ് കമ്പനിയാണ്. ഈവൻ ദോ അദ്ദേഹം നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഈവൻ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ആണ് എന്താണെങ്കിലും ഭയങ്കര കൊളാബറേറ്റഡ് എൻവയൺമെൻറ്റിൽ അദ്ദേഹം ഇപ്പോഴും നമുക്ക് അതിന് തരുന്നുണ്ട്, ചാൻസ് തരുന്നുണ്ട്. ഇതിപ്പോൾ മേജർ ഓഫീസ് വരുന്നത് പാലാരിവട്ടത്താണ്. പാലാരിവട്ടത്താണ്. എന്താ കമ്പനിക്ക് ഇപ്പോഴുള്ള പേര്? അന്ന് തുടങ്ങിയപ്പോഴുള്ള പേരാണോ ഇപ്പോൾ, അതോ വേറെ എന്തെങ്കിലും പേരുണ്ടോ? കമ്പനിയുടെ പേര്, IT കമ്പനിയുടെ പേര് ടിനോസ് സോഫ്റ്റ്വെയർ ആൻഡ് സെക്യൂരിറ്റി സൊല്യൂഷൻസ് എന്നാണ്. അത് പ്യുവർലി ടിനോസ് എന്ന് പറയുന്ന ഒരു പേരിനോട് അർത്ഥം തന്നെയുണ്ട്. ഞാനൊന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ കോളേജിൽ ഇരിക്കുന്ന സമയത്തിൽ, ഹോസ്റ്റലിൽ ഇരിക്കുന്ന സമയത്ത് ആലോചിച്ചൊരു സ്റ്റാർട്ടപ്പ് ആണിത്. ഓക്കെ, ടിനോസ് എന്ന് പറയുന്നത് ഗ്രീസ് ഐലൻഡ്, വേൾഡ്സ് മോസ്റ്റ് ലക്ഷറിയസ് ഐലൻഡ്. പക്ഷെ അതും IT കമ്പനിയായിട്ട് എന്താ ബന്ധം നമ്മൾ ചിന്തിക്കും. നമ്മളൊരു സൈബർ സെക്യൂരിറ്റി കമ്പനിയാണല്ലോ. അലക്സാണ്ടർ ചക്രവർത്തി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഐലൻഡാണ് ഈ പറയണേ ടിനോസ്. അവിടെ സൈനികരല്ലായിരുന്നു കാവൽ, അവിടെ പാമ്പായിരുന്നു, സ്നേക്സ്, അവരാണ് കാവൽ നിന്നിരുന്നത്. ഈ സെക്യൂരിറ്റീനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ടിനോസ്. അതാണ് ടിനോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു അർത്ഥം. നിങ്ങൾ സെക്യൂരിറ്റിയാണ്. സൈബർ സെക്യൂരിറ്റിയിൽ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആണ്. സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, സോഫ്റ്റ്വെയർ, അതാണ് ടിനോസ് ചെയ്യുന്നത്. യെസ്, ആ ഒരു കമ്പനിയാണ് നിങ്ങൾ ഇന്ന് റൺ ചെയ്യുന്നത്. അതെ, ആ ഒരു കമ്പനി മാത്രമല്ല, പറഞ്ഞു വരുമ്പോൾ ടിനോസിൽ നിന്ന് തുടങ്ങി നമുക്ക് വേറെ 2 കമ്പനികളുടെ ഉണ്ട്. മൊത്തം 3 കമ്പനി ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. ഒന്ന് ടിനോ സോഫ്റ്റ്വെയർ, 2 മെറ്റാ ഐലേൺ, മൂന്നാമത്തത് സെന്റിനോറ ടെക്നോളജീസ്. മെറ്റാ ഐലേൺ എന്ന് പറയുന്നത് IT ട്രെയിനിങ് കമ്പനിയാണ്. കോളേജുകളിൽ ആഡ് ഓൺ കോഴ്സ് കൊടുക്കുന്ന കമ്പനിയാണ്. ഏകദേശം 12ഓളം കോളേജസിൽ നമ്മൾ ആഡ് ഓൺ കോഴ്സ് കൊടുക്കുന്നുണ്ട് സക്സസ്ഫുള്ളി. നല്ല ഗംഭീരമായിട്ട് അത് നടക്കുന്നു. സെന്റിനോറ ടെക്നോളജീസ് എന്ന് പറയുന്നത് വുമൺ സേഫ്റ്റി ആൻഡ് ചൈൽഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചിപ്പ് ഡെവലപ്മെന്റ് കമ്പനിയാണ്. വുമൺ സേഫ്റ്റിയും ചൈൽഡ് സേഫ്റ്റി ചിപ്പ് ഉണ്ടാക്കുവാണ്. അതെ അതെ അതെ. അത് ഭയങ്കര സെന്റിമെന്റൽ അപ്രോച്ചസ് ആയിട്ടുള്ള എന്താ പറയുക ഒരു കമ്പനിയാണ്. സെന്റിമെന്റ്സ്, ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഞങ്ങൾ ടെക്നോളജി വെച്ച് കണ്ടെത്തിയേക്കുവാണ്. എന്താണ് പ്രോബ്ലം, എന്താണ് സൊല്യൂഷൻ? ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഒരുപാട് റേപ്പ് അറ്റംപ്റ്റ്സ് ഇല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ശരിയല്ലേ? അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ മനുഷ്യരുടെയും ലൈഫ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സമയത്തിലാണ്. ഈച്ച് സെക്കൻഡ്സ് കൗണ്ട്സ് അവർ ലൈഫ് എന്നാണല്ലോ. ഈ പറയുന്ന ഒരു കുട്ടി തന്നെ നടന്നു പോവുക, രാത്രി ഒരു പെൺകുട്ടിക്ക് ഇറങ്ങി നടക്കാൻ ഒരു പേടി ഉണ്ടാവും. ഓക്കെ, അവരിപ്പോൾ ബാഗിൽ കൊണ്ടു നടത്തുന്നത് എന്തൊക്കെയായിരിക്കും? പെപ്പർ സ്പ്രേ ആയിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കത്തിയൊക്കെ ആയിരിക്കും. ഈ പിള്ളേർ ഈ പെപ്പർ സ്പ്രേ ലീക്ക് ആവണ്ടെന്ന് ഓർത്ത് കവറിൽ പൊതിഞ്ഞ് ബാഗിൽ വെച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ വരെയുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ആ എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇവർ ഈ മൊബൈൽ എടുത്ത് ഡയൽ ചെയ്യാൻ അവർക്ക് പറ്റില്ല, ഒരു പാനിക് മോഡിൽ. ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഗവൺമെന്റ് പേടിച്ചു പോകും, പാനിക് മോഡിൽ. ഇങ്ങനെ ഒരാളെ തൊടുന്നതും പുറകെ വന്നിട്ട് പെട്ടെന്ന് തൊടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ആ ഒരു പാനിക് സിറ്റുവേഷനിൽ. സോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചിപ്പ്, നാനോ ചിപ്പാണ്. ഓക്കെ, 2 തരം, ലെവൽ 1ഉം ലെവൽ 2ഉം ഉണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് എന്താണ് പറയുക, അപ്പാരൽസിലോ ഇല്ലെങ്കിൽ വാച്ചസിലോ ലോക്കറ്റ്സിലോ എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്പാണ്. എമർജൻസി സിറ്റുവേഷനിൽ അവർ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള എല്ലാ സെക്യൂരിറ്റി ഫോഴ്സസിലേക്കും നമ്മൾ ഹയർ ചെയ്തിരിക്കുന്ന വോളണ്ടിയേഴ്സിലേക്കും സിഗ്നൽസ് ചെല്ലും, ഇനിയൊരാൾ അപായത്തിലാണ്, ലൊക്കേഷൻ അടക്കം ചെല്ലും. രണ്ടാമത്തത് നമ്മളിപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ സെൽസിൻ്റെ ഇല്ലെങ്കിൽ അവരുടെ ഒരു BPD ന്യൂറോൺസിൻ്റെ പ്രവർത്തനം അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഈ സെൻസർ റിപ്പോർട്ട് കൊടുക്കും, ഇവർ ഇത്തിരി പ്രശ്നത്തിലാണ്. അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ അവർക്ക് അവിടെ എത്തിച്ചേരാം. ഇപ്പോൾ ഒരാളൊരു റേപ്പ് അറ്റംപ്റ്റിലായിപ്പോയി, ഒരാൾ അറ്റാക്ക് ചെയ്യുവാണ് എന്നാണെങ്കിൽ അറ്റാക്ക് ചെയ്യണ മൊമെൻറ്റിലും വരാം, അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനെങ്കിലും സാധിക്കും. പലരും രക്തം മാറുന്നു മരിച്ചുപോയവരുണ്ട്. എന്തുകൊണ്ടാണ്? സമയത്തിന് അവിടെ ആളെത്തി പറ്റാത്തതുകൊണ്ട്, ഇങ്ങനൊരു സംഭവം നടന്നു എന്നറിയാത്തതുകൊണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് സെന്റിനോറ ടെക്നോളജീസ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. അതാണ് സെന്റിമെന്റൽ അതിന്റെ ടെക്നോളജിയുമായി ബന്ധിപ്പിച്ച്. അത് ഒരു പ്രോഡക്റ്റ്, 2 പ്രോഡക്റ്റ് ഉള്ളൂ സെന്റിനോറയിൽ. രണ്ടാമത്തത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഷൂസ്, അതാണ് നമ്മൾ ചെയ്യുന്നത്. അൾട്രാസോണിക് സെൻസേഴ്സ് വെച്ചിട്ട് മുമ്പിലുള്ള ഒബ്ജക്റ്റുകൾ എത്രത്തോളം വലിപ്പമുണ്ടോ അതിനനുസരിച്ച് വൈബ്രേഷൻസ് അവരുടെ ശരീരത്തിലേക്ക് കൊടുക്കും. ഇനി അവർക്ക് കാത് കേൾക്കാമെങ്കിൽ എന്ത് ചെയ്യും? ആ സിഗ്നൽസ് ബൈ വോയിസ് അവർക്ക് കേൾക്കാൻ പറ്റും. അതാ ഈ 2 പ്രോഡക്റ്റാണ് സെന്റിനോറയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടിനോസ് എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? സൈബർ സെക്യൂരിറ്റി മാത്രമാണ്? അല്ല, ടിനോസ് 3 വെർട്ടിക്കൽസ് ആണ് ടിനോസിനുള്ളത്. ടിനോസിന് സർവീസ് ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ട്. ടിനോസ് ഫോക്കസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്.
അതിൽ വന്നിരിക്കുന്ന പ്രൊഡക്ട്സ്, സൈബർ സെക്യൂരിറ്റി, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് റോബോട്ടിക്സിലേക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ചെയ്യുന്നത് പ്രധാനമായിട്ട്. അതെ അതെ. ഈ AI എന്ന് പറയുന്നു സകലമാന മേഖലയിലും AI ഉണ്ട്. ഇപ്പോൾ ജെമിനി വരുന്നു, അതുപോലെ ChatGPT വരുന്നു. എങ്ങനെയാണ് AI ഒരു സംരംഭകൻ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? AI എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അഡാപ്റ്റ് ചെയ്യേണ്ട ടെക്നോളജീനെ പറ്റി അറിയണം. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ലാഗ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി എന്താണെന്ന് അറിയില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കേട്ടുകേൾവി ഉണ്ടാവും, ഇല്ലെങ്കിൽ ChatGPT എന്ന് കേട്ടുകേൾവി ഉണ്ടാവും. പക്ഷേ ഇവരാരും ഈ ടെക്നോളജി എന്താണെന്ന് അറിയുന്നില്ല. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഡയറക്റ്റ് കൊണ്ടുപോയി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു ടെക്നോളജി എന്താണെന്ന് അറിയാണ്ട് അവർ കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കണം. ആദ്യം എന്താണ്, ഏത് ടെക്നോളജിയാണ് ഉപയോഗിക്കേണ്ടത്, എന്ത് ടെക്നോളജിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയണം. ഓക്കെ, നമ്മുടെ ഒരു വർക്ക് നടക്കുന്ന ഒരു സമയത്ത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അക്കൗണ്ട്സ് ഇല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു എംപ്ലോയി വരണ സമയം തുടങ്ങിയിട്ട് അദ്ദേഹം റിലീവ് ചെയ്യുന്ന സമയം വരെ ആ പ്രോസസ്സ് മൊത്തം ഓട്ടോമേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതേ സമയത്ത് 10 പേര് കൂടി ഇരുന്ന് ചെയ്യേണ്ട കാര്യം ഇല്ലെങ്കിൽ 2 പേരുടെ ആവശ്യം നമുക്ക് ആ സ്ഥലത്ത് വരുന്നുള്ളൂ. മനസ്സിലായി. പ്രോഫിറ്റ് കൂട്ടുക, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, അതാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി, ഒരു നിർമ്മിത ബുദ്ധി, അഥവാ ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കാൻ വേണ്ടി കേപ്പബിൾ ആക്കുന്ന ഒരു ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ബിസിനസ്സുകാർക്ക് പല മേഖലയിൽ, സംരംഭകർക്ക് പല മേഖലകളിൽ, പല സമയങ്ങളിൽ നമുക്ക് ഈ ടെക്നോളജി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തത് അക്കൗണ്ട്സിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കും, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, ഈ പറഞ്ഞ പോലെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഏത് മേഖലയിൽ വേണമെങ്കിലും ഈ പറഞ്ഞ ടെക്നോളജി ഉപയോഗിക്കാം. പക്ഷേ എന്തിനു വേണ്ടി, എന്തായിരിക്കും അതിൻ്റെ ആവശ്യം? ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് നമ്മുടെ പ്രൊഡക്റ്റ് CCTV വഴി എംപ്ലോയി എത്ര നേരം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റിപ്പോർട്ട് തരും. രണ്ടാമത്തത്, ഏത് ബിസിനസ്സിലും നമുക്കൊരു ടെലി മാർക്കറ്റിംഗ് മേഖല ഉണ്ടാവും. ഈവൻ നമുക്കും ഉണ്ട്. നമ്മൾ റിംഗ് റോയ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. റിസർച്ചിലാണ്, ഓൾമോസ്റ്റ് കഴിയാറായി. റിംഗ് ഫോർ കോൾ, ROI ഫോർ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൻ്റെ ധാരണ ഇത്രേ ഉള്ളൂ. ഒരു ടെലി മാർക്കറ്റർ ഒരു കോള് വിളിക്കുവാണെങ്കിൽ എന്തുകൊണ്ട് ആ ബിസിനസ് കൺവേർട്ട് ആയില്ല, ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഡൗൺ ചെയ്ത തെറ്റെന്താണ് എന്ന് മനസ്സിലാക്കാൻ തെറ്റും ശരിയും ചൂണ്ടിക്കാണിച്ചു. ശരി, തെറ്റ് മാത്രമല്ല, തെറ്റ് നല്ലതും വേണമല്ലോ. തെറ്റ് നമ്മൾ മനുഷ്യന്റെ സ്വഭാവമുള്ള കണ്ടുപിടിക്കുക എന്നുള്ളത്. തെറ്റും ശരിയും കൃത്യമായി പറഞ്ഞു. യെസ്, ഇത് ശരിക്കും ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളിലേക്ക് ഒരു സംരംഭകൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ട് കിട്ടും, ഇല്ലെങ്കിൽ റിസൾട്ട് കിട്ടും, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കറക്റ്റായിരിക്കും. വെറുതെ നമ്മൾ മാർക്കറ്റ് ചെയ്ത ലീഡ് എടുത്ത് വിളിക്കുക എന്നുള്ളതിൽ മാത്രമല്ല കാര്യം. ടെക്നോളജി ഒരു സംരംഭകൻ്റെ സംരംഭത്തിൽ വരുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ വരും. ഒരുപാട് കാര്യങ്ങൾ, ഒരു പെർഫെക്ഷൻസ് വരും, ഡേറ്റ നമ്മുടെ കയ്യിൽ വരും. അതെ അതെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം AI ഉപയോഗിച്ച് ഒരു കമ്പനീനെ നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. നമ്മുടെ കോഴ്സ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. സംരംഭകന് ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ വളരാം, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എന്നാണ് അതിന് പറയുന്നത്. അതിലൂടെ എങ്ങനെ ഈ സംരംഭത്തിൽ പ്രോഫിറ്റ് കൊണ്ടുവരാം. ഇനി ഒരു 50 ലക്ഷം രൂപ ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനം ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ മാസം ഒരു 10,000 രൂപ ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനം ആയിക്കോട്ടെ, ആ 10,000-ൽ നിന്ന് നമുക്കൊരു 10 ലക്ഷത്തിലേക്ക്, 50 ലക്ഷത്തിൽ നിന്ന് 1 കോടിയിലേക്കും അങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് വരുമ്പോൾ പല കാര്യങ്ങളിലും എന്താ പറയുക, നമുക്ക് സ്പെൻഡിങ് കുറയും. മനസ്സിലായി. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഒരു സംരംഭകൻ വരികയാണെങ്കിൽ അവൻ്റെ കമ്പനിക്ക് വേണ്ട എല്ലാ ഓട്ടോമേഷനും അതുപോലെ AI അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ അധിഷ്ഠിതമായിട്ട് വരുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും ഒരു സംരംഭകൻ വരുവാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് A to Z ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു പുതിയൊരു ഐഡിയ കൊണ്ട്, ആശയം കൊണ്ട് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. നമുക്കതിനുള്ള ടെക്നിക്കൽ ടീം നല്ല സ്ട്രോങ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ട് എല്ലാ മേഖലയിലും നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. AI കാര്യം അവിടം വരെ നമ്മൾ ഒരു ക്ലാരിറ്റിയോടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. AI എന്തിനാണ്, നമ്മുടെ വർക്ക് എളുപ്പമാക്കുന്ന ഒരു നിർമ്മിത ബുദ്ധി, അതിനെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്
ഒരു സംരംഭകനും ഒരു മനുഷ്യനും ഒരു വ്യക്തിയൊക്കെ തിരിച്ചറിയേണ്ടത്. അതെ. നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ മേഖലയിലും ഇതിന് ഉപയോഗിക്കാൻ പറ്റും, സംരംഭത്തിലും ഉപയോഗിക്കാൻ പറ്റും. അതെ. പക്ഷേ ഇന്നത്തെ മനുഷ്യൻ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി അതല്ല. നമ്മളിപ്പോൾ ഒരു ഫോൺ എടുത്താൽ പറയും ജഡ്ജിയാണെന്നോ മറ്റൊരാണെന്നോ പറഞ്ഞ് വിളിച്ചാൽ ഫോൺ എടുക്കണ്ട എന്ന് പറഞ്ഞുകൊടുന്ന് തുടങ്ങുന്ന അത്രമേൽ ഗവൺമെൻറ് പോലും ജാഗ്രതയോടെ വീക്ഷിക്കുന്ന ഒരു മേഖലയാണ് സൈബർ സെക്യൂരിറ്റീസ്. എൻ്റെ കൂടെ ഇരിക്കുന്ന പലരുടെ എൻ്റെ തൊട്ടടുത്തിരുന്ന് പണം പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രമേൽ ജാഗ്രത പുലർത്തേണ്ട ഒരു മേഖല. എന്താണ് സൈബർ സെക്യൂരിറ്റിയിലെ നിലവിലെ ത്രെഡ്സ് എന്തൊക്കെയാണ്, സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? തീർച്ചയായും ത്രെഡിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഈ ഒരു എപ്പിസോഡ് വേണ്ടി വരില്ല. സൊല്യൂഷൻ ആണെങ്കിൽ ഇപ്പോൾ പോലീസ് പറയുന്നത് ജാഗ്രത മതി, ഭയം വേണ്ട അതുപോലെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ പറയണേൽ ഒന്ന് കൈ റേസ് ചെയ്ത് കാണിക്കണം. അത്രയുള്ളൂ. കൈ റേസ് ചെയ്യാൻ പറയുമ്പോൾ കൃത്യമായിട്ട് റേസ് ചെയ്തു. ഒരിക്കലും നമ്മളൊരു പൊതുവേദിയിൽ ഇങ്ങനെ റേസ് ചെയ്യരുത്. ഇപ്പം ഞാൻ തന്നെ കാണിച്ച് ക്യാമറ വരും, അത് മനസ്സിലായില്ലേ? ഇപ്പം ഇങ്ങനെ കാണിക്കരുത്. എപ്പോഴും നമ്മൾ കാണിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ റേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൾക്കാരിൽ ഇടിക്കാന്ന് അതുകൊണ്ടല്ല, ഇപ്പോൾ ഞാൻ മാത്രമല്ല ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആയിട്ടുള്ളൂ. ഇപ്പോൾ കാണുന്ന പല ആളുകളും സൈബർ സെക്യൂരിറ്റീനെ പറ്റി അറിയാം, സൈബർ ഫോറൻസിക്സുകാരുണ്ടാവാം. പക്ഷേ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ ഫിംഗർ പ്രിൻ്റ് എടുത്ത് പല അക്കൗണ്ട്സും കോംപ്രമൈസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഒരു ഫോട്ടോയിൽ നിന്ന് അത് എടുക്കാമെങ്കിൽ പിന്നെ എന്തൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഒരു ബിസിനസ്സുകാരനായാലും ഒരു സാധാരണക്കാരനായി കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അവരുടെ, ഇനി സൈബർ സേഫ്റ്റി എന്ന് പറയുന്നത് അവരുടെ ലൈഫ് ലോങ് അവർക്ക് വേണം. അപ്പോൾ ആധാർ കാർഡ് ചോദിക്കുന്നതൊക്കെ പോകില്ലേ? പിന്നെ ചാൻസസ് ആർ ഹൈ. ഒരിക്കലും എനിക്കത് പറയാൻ പറ്റില്ല. ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി, ഞാനത് ചോർന്നു പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. പക്ഷെ അതറിയില്ല. അതിൻ്റെ സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് നോക്കാൻ അവരുടെ ഏജൻസ് ഉണ്ടല്ലോ, അത് അവർ തന്നെയായിരിക്കും നോക്കുന്നത്. അതിൽ നമുക്ക് ഐഡിയ ഇല്ല. നേരത്തെ ചോർന്നിട്ടുണ്ട്, ഡേറ്റാസ് പോയിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരി, പൊതുവെ മനുഷ്യൻ പേടിക്കേണ്ട സെക്യൂരിറ്റി ത്രെട്ടുകൾ ഏതൊക്കെയാണ്? ആദ്യം ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് സംരംഭത്തിലേക്ക് പോകാം. ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ വാട്സപ്പ് ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ളതുണ്ട്. ഒരു ഉദാഹരണം, വാട്സപ്പിൽ ഇപ്പോൾ നമുക്കൊരു കുറച്ച് മെസ്സേജസ് വരുവാണ്. നമ്മൾ അറിയാത്തൊരാളുടെ അടുത്ത് നിന്ന്, ഇപ്പം ഞാൻ റങ്കുചേട്ടന് ഒരു മെസ്സേജ് അയക്കുകയാണ്, ഇന്നത് ഒന്ന് ലൈക്ക് ചെയ്യണം, ഇതിൽ കയറി ഒന്ന് ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞയക്കും. ഞാൻ ഡാൽവിയല്ലേ അയക്കണേ, എന്നാൽ പിന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കാം, ലൈക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് അതിൽ കയറി ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ചോദിക്കുകയാണ്, യൂസർ നെയിമും പാസ്വേഡും അടിക്കാൻ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാം ആണെന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ ജിമെയിൽ ആണെന്നിരിക്കട്ടെ. നേരെ കയറുന്നു, യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുന്നു. പക്ഷെ നമ്മുടെ മനസ്സിലൊരു സംശയം ചിലപ്പോൾ ഉണ്ടാവാം, ഓൾറെഡി എൻ്റെ കയ്യിൽ ജിമെയിലിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വീണ്ടും ഞാൻ സൈൻ ഇൻ ചെയ്യണേ? പക്ഷെ വിശ്വസ്തനല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? സൈൻ ഇൻ ചെയ്യും. ആ സെക്കൻഡിൽ എന്ത് ചെയ്യുന്നു? ഈ യൂസർ നെയിമും പാസ്വേഡും കംപ്ലീറ്റ് IP, മാക് എല്ലാം നമ്മുടെ ബാക്ക് എൻഡിൽ ഇരിക്കുന്ന ഹാക്കറിന് ചെല്ലുവാണ്. ഈ ഹാക്കറിന് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പണം കൊണ്ടുപോകാം. മെയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ്, അതിൻ്റെ അകത്ത് ചിലപ്പോൾ ആധാർ കാർഡ് ഉണ്ടാവാം, അത് നമ്മുടെ പല സേവ്ഡ് ആയിട്ടുള്ള പാസ്വേഡ്സ് ഉണ്ടാവാം. അങ്ങനെ പല കാര്യങ്ങൾ ഇമെയിലാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോണ്ടാക്ട്സ് ഉൾപ്പെടെ എല്ലാം മിസ്സാവും. ആ അറ്റാക്കിന് പറയുന്ന പേര് ഫിഷിംഗ് എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. അതെ. രണ്ടാമത് ഏത് രീതിയിലാണ്? പലതരത്തിലുള്ള അറ്റാക്കുകളുണ്ട്. ഇപ്പൊ ഫിഷിംഗ് മാത്രമല്ല, അറ്റാക്കുകളെ പറ്റി പറയാനാണെങ്കിൽ, സൈബർ അറ്റാക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഫിഷിംഗ് ഒന്നാമത്തത് ഒരു തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ അറ്റാക്കാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സ് എന്ന് പറയും. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിയുടെ അടിയിലുള്ള ടെക്നോളജിയാണ്. ഒരു മനുഷ്യനോട് എന്ത് പറയണം, എന്തൊക്കെ പറയരുത് എന്ന് ആദ്യം പഠിക്കണം. വെൻ ടു സ്പീക്ക്, വാട്ട് ടു സ്പീക്ക്, വെയർ ടു സ്പീക്ക് ആൻഡ് ഹും ടു സ്പീക്ക്. ഇത് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഒരു പേഴ്സൺ ആയി കഴിഞ്ഞാലും ഒരു സംരംഭകനായി കഴിഞ്ഞാലും. കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കുകളിലും നമ്മുടെ ഡേറ്റാസ് ചോരും. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് സൈക്കോളജിക്കലി അവരോട് സംസാരിച്ച് അവരിൽ നിന്ന് അവരുടെ ഡേറ്റ ചോർത്തിയെടുത്ത് അവർ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. അത് ഞാൻ വളരെ രണ്ട് സിമ്പിൾ ആയിട്ടുള്ള അറ്റാക്കുകളാണ് പറഞ്ഞത്. ഇനി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അറ്റാക്കുകളുണ്ട്. ചുമ്മാ ഒന്ന് പേര് പറഞ്ഞ് പോകാൻ പറ്റുമോ? ഇപ്പൊ പറഞ്ഞ പോലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു ടെക്നോളജിയാണ്. അത് അറ്റാക്കിന് ഉപയോഗിക്കാം. ഫിഷിംഗ് ഉപയോഗിക്കാം. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് മാൻ ഇൻ ദ മിഡിൽ എന്ന് വെച്ചാൽ, അതായത് ഇപ്പൊ ഇതൊരു സെർവർ, ഇതൊരു സിസ്റ്റം, ഇതിന്റെ നടുവില് ഒരു കള്ളനിരുന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സെർവറിൽ നിന്ന് ഈ സിസ്റ്റത്തിലേക്ക് പോകുന്നത് ചോർത്തിയെടുക്കുക. അത്രേ ഉള്ളൂ. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. എന്റെ ടെക്നിക്കൽ ടൈമോ ഇല്ലെങ്കിൽ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലി കാണിച്ചു തരേണ്ട വരും. അല്ലാതെ പറ്റില്ല. എനിക്കിപ്പോൾ ഒരാളെ, എനിക്കിപ്പോൾ ഡാൽവിനെ ഹാക്ക് ചെയ്യണം.
നമ്മുടെ സൈബർ ലോ പ്രകാരം അത് ഹാക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഡാൽവിയുടെ എല്ലാ രേഖകളൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ശിക്ഷ കിട്ടും. പിന്നെ തീർച്ചയായിട്ടും IT ആക്ട് 2000 അനുസരിച്ച് ഇല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏതാണോ അതനുസരിച്ച് നമുക്ക് നല്ല ഗവൺമെൻറ് സൈബർ ലോ ഇറ്റ്സ് വെരി സ്ട്രിക്റ്റ്. എന്നാ കിട്ടും? എന്ത് ശിക്ഷ കിട്ടും? 2 വർഷമൊക്കെ തടവ് കിട്ടും? 2 വർഷത്തിന് മണ്ടയിലൊക്കെ പോവാം. 2 വർഷത്തിന് മുകളിലൊക്കെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ്. വകുപ്പുകളുണ്ട്. അപ്പം ചുമ്മാ എത്തിക്കൽ ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനാവശ്യമായി ഹാക്ക് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതൊരു വൈറ്റ് ഹാക്കേഴ്സ് എന്ന് പറയും. എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഹാക്കേഴ്സ്, ലീഗലി ബൗണ്ടഡ് ആയിട്ടുള്ള ഹാക്കേഴ്സ്. അവർ ചെയ്യുന്നത് ചിലപ്പോൾ സ്റ്റേറ്റിന് വേണ്ടിയിട്ട്, ഗവൺമെന്റിന് വേണ്ടിയിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ ആ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ ഒരു വ്യക്തിക്കും വേറൊരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള അവകാശം ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള എത്തിക്കൽ ഹാക്കറിന് ഇല്ല. ആർക്കും ഇല്ല. ഉള്ളത് ഗവൺമെന്റ് ചെയ്യുന്നുണ്ടാവാം. അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന് അറിയുള്ളൂ. അവരെന്ത് ചെയ്യുന്നു എന്ന് അവർക്ക് അറിയുള്ളൂ, നമുക്കറിയില്ല. നമുക്ക് എത്തിക്കൽ ഹാക്കേഴ്സിന് ഒരിക്കലും അതിലൊരു അവകാശമില്ല. അവരങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഇല്ലീഗൽ ഹാക്കേഴ്സ് ആയി മാറും. ഇനി നമ്മൾ സൈബർ സെക്യൂരിറ്റി ഒരു കമ്പനിക്ക് കൊടുക്കുകയാണെന്നിരിക്കട്ടെ, അതിൽ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രിവെന്റ് ചെയ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും ഒരു കമ്പനീനെ, ഒരു സംരംഭം, ഏത് സംരംഭം ആയിക്കോട്ടെ, ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ സംരംഭം ഇല്ലെങ്കിൽ സ്പാർക്ക് സ്റ്റോറീസ് എടുത്തോളൂ. രണ്ടാമത്തെ ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, ഈ 2 സംരംഭങ്ങളെ വെച്ച് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സ്പാർക്ക് സ്റ്റോറീസിന് നമുക്ക് ഒരുപാട് കണ്ടൻസ് വരുന്നു, അങ്ങനെ വെബ്സൈറ്റ്, ഓൺലൈൻ മീഡിയ പ്രസൻസ് എല്ലാം വരുന്നു. ഈ പറയുന്ന ഒരു സൈറ്റിലൊരു പ്രശ്നമുണ്ടെങ്കിൽ, ആ സൈറ്റിൽ ഒരു സെക്യൂരിറ്റി ഓഡിറ്റിംഗ് നടത്തി അതിൻ്റെ പ്രശ്നം കണ്ടുപിടിച്ച് ആ ടെക്നിക്കൽ ടീമിന് അത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും നമ്മുടെ സൈറ്റുകളോ നമ്മുടെ ആപ്ലിക്കേഷൻസോ മിസ്ലീഡ് ചെയ്യും. ഓക്കെ. രണ്ടാമത് അതിൽ ഡേറ്റ വന്നു പോകുന്നതാണെന്നാണെങ്കിൽ ആ ഡേറ്റ മൊത്തം അവർക്ക് മിസ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായിട്ടില്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പല ചാനൽസും അവർക്ക് കോംപ്രമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓരോ കമ്പനിയിലുള്ള സോഫ്റ്റ്വെയർസ് മാത്രമല്ല, അവിടുത്തെ എംപ്ലോയീസ് പോലും സൈബർ സെക്യൂരിറ്റി ഓഡിറ്റിങ്ങിന് വിധേയമാകണം. ഡേറ്റ ചോരാതെ നോക്കണം. അതെ. ഈ ഡസ്റ്റ്ബിന്നിൽ നമ്മൾ കുറേ കണക്കൊക്കെ എഴുതിയിട്ട് ഡസ്റ്റ്ബിന്നിൽ വെറുതെ ഇടും. ഈ വേസ്റ്റ് അടക്കം സൈബർ സെക്യൂരിറ്റിയിൽ ഇല്ലെങ്കിൽ ഹാക്കേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കര വാല്യുബിൾ ആണ്. ഇൻഫോർമേഷൻസ് ആണ്. ഇൻഫോർമേഷൻ ഗ്യാതറിങ് സൈബർ സെക്യൂരിറ്റിയിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. എങ്ങനെ ഒരു സാധനം നുഴഞ്ഞ് കണ്ടുപിടിച്ചെടുക്കാം. അതെ. 5 ഫേസ് ആണ് ഹാക്കിങ്ങിലുള്ള. 5 ഫേസിൽ ആദ്യത്തെ ഫേസ് ആണ് ഇൻഫോർമേഷൻ ഗ്യാതറിങ് അഥവാ ഫുട് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഇൻഫർമേഷൻ കൊടുക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ രണ്ടാമതൊരു മെഡിക്കൽ ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ അല്ല, സംബന്ധിച്ച് അതിലായിട്ട് പോലെ 5 കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പോകാമോ? തീർച്ചയായിട്ടും. ഫുട് പ്രിന്റിംഗ്, സ്കാനിങ്, മൂന്നാമത്തെന്ന് പറയുമ്പോൾ ഗെയിനിങ് ആക്സസ്, നാലാമത്തത് മെയിൻറ്റെയിനിങ് ആക്സസ്, അഞ്ചാമത്തത് ക്ലിയറിംഗ് ട്രാക്സ്. ഇതൊന്ന് പറഞ്ഞുതരാം. ഫുട് പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്. സ്കാനിങ് എന്ന് പറയുമ്പോൾ ആ ഗ്യാദർ ചെയ്ത ഇൻഫോർമേഷൻ വെച്ചിട്ട് ഈ പറയുന്ന കമ്പനികൾക്കോ ആ വ്യക്തിക്കോ എന്തെങ്കിലും ഒരു വൾനറബിലിറ്റി ഇല്ലെങ്കിൽ ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിലാണല്ലോ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്കാനിങ്ങിൽ അത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചത് അടുത്ത എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതായത് അതിലേക്ക് തുറന്നു കയറി ചെല്ലുക. ഓക്കെ. എന്നിട്ട് അതിൽ ആക്സസ് ഗെയിൻ ചെയ്യുക. ആക്സസ് കിട്ടി, ആ കിട്ടിയ ആക്സസിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി നമുക്ക് ആവശ്യമുള്ള പരിപാടിയൊക്കെ അവിടെ നടത്തും. അവസാനം കള്ളന്മാരുടെ ഏറ്റവും തിരിച്ചു വരുമ്പോഴുള്ള പരിപാടി ക്ലിയറിംഗ് ട്രാക്സ്. വന്ന വഴിയൊന്നും കാണരുത്, എല്ലാം ലോക്ക് ചെയ്തിട്ട് പോകും. എല്ലാം ക്ലിയർ ചെയ്യുക, ലോകെല്ലാം ക്ലിയർ ചെയ്യുക എന്നാ പറയാ. എല്ലാ ലോകം ക്ലിയർ ചെയ്യുക, എന്നിട്ടാണ് തിരിച്ചിറങ്ങി വരേണ്ടത്. സാധാരണ കള്ളന്മാർ കയറിയിട്ട് പിന്നെ മുളക് കൂടി വിതറിയിട്ടിട്ട് പിന്നെ ഒരു പരിപാടിയില്ലേ മണം പിടിച്ച് വരാതിരിക്കാൻ. അതുപോലെ തന്നെ ക്ലിയറിംഗ് ട്രാക്സ്. അപ്പോൾ ഈ ത്രെട്ടുകളിൽ നിന്നെല്ലാം ഒരു കമ്പനിയെയും സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ ത്രെട്ടുകളിൽ നിന്ന് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ സൈബർ സെക്യൂരിറ്റി ഓഡിറ്റിംഗ് നടത്തിയിരിക്കണം. അവരുടെ സ്റ്റാഫ്, അവരുടെ സിസ്റ്റം, അവരുടെ സോഫ്റ്റ്വെയർസ്, അവരുടെ സെർവേഴ്സ്, ഇതെല്ലാം സൈബർ സെക്യൂരിറ്റി ഓഡിറ്റിങ്ങും സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ച് അവരുടെ സ്റ്റാഫിൽ മുഖേന അവരുടെ ഡേറ്റാസ് ലീക്കാവാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കുക. നമ്മൾ എന്നിട്ട് ഡെമ്മി അറ്റാക്സ് ഒക്കെ നടത്തി നോക്കും. ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ അതൊരു കൃത്യം വീക്ഷണത്തിലും ഭയങ്കര ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുള്ളൂ. ഒരു കമ്പനിയുടെയും ഡേറ്റ ചോർന്നു വരുത്. തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിലേക്ക് ഡേറ്റ ചോർന്ന് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ. ഉദാഹരണം ജോസഫ് സിനിമ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാൻ സാധിക്കും. ആ സിനിമയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്, ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പേര് ഇല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് നമുക്ക് ചോർന്നു പോയി എന്നിരിക്കട്ടെ, ഏത് ഓർഗൻ ആർക്കെങ്ങനെ ഇതുവരെ അവിടെ നടക്കും.
ഹോസ്പിറ്റൽ ഡാറ്റ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ക്ലാരിറ്റിയോടെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഓഡിറ്റ് നമ്മൾ സൈബർ ഓഡിറ്റിംഗ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ AI എനേബിൾ ചെയ്യണം. യെസ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു സംരംഭകൻ അടിസ്ഥാനപരമായിട്ട് ടെക്നോളജിയിൽ ചെയ്യേണ്ടത് അല്ലേ? അതെ. അത് ടെക്നോളജീനെ സംബന്ധിച്ച് ഒരു സംരംഭത്തിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി വരുന്നത് AI ഈ പറഞ്ഞ പോലെ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ അഡ്വാൻസ്ഡ് ആണ്. ഒരു വെബ്സൈറ്റ് പോലെയുള്ള കാര്യങ്ങൾ, ഒരു ആപ്ലിക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ അവരുടെ ബേസ് ആയിട്ടുള്ള ഒരു നീഡാണ്. ഒരു മനുഷ്യനൊരു ഐഡൻറ്റിറ്റി ഉള്ള പോലെ തന്നെയാണ് ഒരു സ്ഥാപനത്തിന് അതിൻ്റെ വെബ്സൈറ്റ്, അതൊരു ഐഡൻറ്റിറ്റിയാണ്. മാറിക്കഴിഞ്ഞു. എല്ലാവരും ഇപ്പോൾ വെബ്സൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരു സംരംഭത്തിന് ആദ്യം വേണ്ടത് ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷൻ. ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജി വെച്ചുകൊണ്ട് നമുക്ക് പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോസസ്സ് ഓട്ടോമേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ പ്രോഫിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ സൈബർ സെക്യൂരിറ്റി ഇതിനോടൊപ്പം തന്നെ ചെയ്യണം. സൈബർ സെക്യൂരിറ്റി നമ്മൾ ഇതിനോട് പാരലൽ ചെയ്യണം. അതായത് പലപ്പോഴും പല കമ്പനികളും പൂട്ടിപ്പോകുന്ന ടെക്നോളജി അഡാപ്റ്റ് അല്ലെങ്കിൽ അത് മാറുന്നത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയുടെ കാര്യം പറഞ്ഞാൽ നോക്കിയ, അല്ലെങ്കിൽ കൊഡാക്ക് പറഞ്ഞാൽ കൊഡാക്ക്, അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കമ്പനികളും മാർക്കറ്റിൽ നിന്ന് ഇല്ലാതാകുന്നത് ടെക്നോളജി പ്രോപ്പറായിട്ട് അഡാപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കും, ടെക്നോളജിയിൽ എന്തൊക്കെ മാറ്റം വരും, അഡാപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇന്ന് കാണുന്ന കമ്പനികൾ ഏതൊക്കെ ഇല്ലാതെയാകും? അങ്ങനെ നോക്കുമ്പോൾ സംരംഭങ്ങൾക്ക് എത്രത്തോളം ഭീഷണിയുണ്ട്, ഇതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അല്ല, ഒറ്റ വാക്കിൽ അത് പറയാൻ പറ്റുള്ളൂ. ഇനി വരുന്ന കാലങ്ങളിൽ ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്യാത്ത എല്ലാ സ്ഥാപനങ്ങളും അടുത്ത കുറച്ച് കൊല്ലങ്ങൾക്കുള്ളിൽ ക്ലോസ് ആവും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോകുന്നത് വലിയ ലോസുകളിലേക്കാണ്. സംഭവം ഒരു ഉദാഹരണം വീണ്ടും ഞാൻ പറയാം, HR ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറയുന്നത്. ഒരു വർക്ക് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മെയിൽ അയച്ചാൽ അവിടെ നിന്ന് മെയിൽ വന്ന്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണ ഒരു ERP-യോ CRM-ഓ ഒക്കെ നോക്കി ചെയ്യുമെന്നിരിക്കട്ടെ, അതിൽ എത്ര സമയം അവിടെ വേസ്റ്റ് ആവുന്നേ? ലോഗ് ചെയ്യണം, നോക്കണം, കാണണം, ഇതെല്ലാം ചെയ്യണം. അതേ സമയത്ത് ഒരു AI ഇനേബിൾഡ് ഓട്ടോമേഷൻ സിസ്റ്റമാണ്. കസ്റ്റമർ ഒരു നീഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആ നീഡിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ ആ സ്ഥാപനത്തിൽ ഈ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് വിജയിച്ച് കയറി പോകാൻ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവർ AI-നോടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇന്നത്തെ ഓഫീസ് ഓപ്പൺ ആയോ? യെസ് സാർ. അപ്പോൾ AI ഉത്തരം പറഞ്ഞാൽ 9:30 ഓപ്പണായി. ക്ലീനിങ് കറക്റ്റായിരുന്നു. ഏത് സമയത്താണ് ക്ലീനിങ് ചെയ്തത്, ക്ലീനിങ് ഇന്ന സമയത്താണ് ചെയ്തത്, ഇന്ന് സെയിൽസ് എത്രയുണ്ട്, സ്വർണ്ണക്കടയാണ്, എത്ര ഗ്രാം സെയിൽ കടന്നു, എല്ലാം ഇങ്ങോട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരു AI സംസാരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, നമുക്കൊരു ചായ കുടിക്കാൻ വരാൻ പറ്റുമോ? സാർ എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല, ഞാൻ AI ആണ്, ചായ കുടിക്കാൻ വരാൻ പറ്റില്ല എന്ന് AI സംസാരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ കമ്പനികൾ പൂട്ടിപ്പോകുമെന്നുള്ള കാര്യത്തിൽ ഡാൽവിക്ക് സംശയമില്ല. ഒരു സംശയമില്ല. ഞാൻ മാത്രമല്ല, ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് കമ്പനിയുടെ ഓണേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാലും, ഇല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ ഇതേ ഉത്തരം പറയത്തുള്ളൂ, കമ്പനി പൂട്ടിപ്പോകും എന്നുള്ളത്. കമ്പനി പൂട്ടിപ്പോകും. ടെക്നോളജി ഉണ്ടെങ്കിൽ ഗ്രോത്ത് ഡബിൾ ആവുകയും ചെയ്യും. പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. എന്ത്, എവിടെ, എങ്ങനെ, അതൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, നമുക്ക് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്ത 8ഓളം പ്രോഡക്റ്റ്, അതിലൊരു പ്രോഡക്റ്റ് റങ്കുച്ചേട്ടന് അറിയാം, താര AI, ദ റോബോട്ടിക് ടീച്ചർ. ഫ്യൂച്ചർ ടെക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മേഖലകളിലും ഈ പറഞ്ഞ ഇത് വന്നു. ഇപ്പോൾ എഡ്യൂക്കേഷനിലാണെങ്കിൽ പോലും LKG തുടങ്ങിയിട്ട് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള PhD വരെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു റോബോട്ട് വിത്ത് സ്ക്രീനിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ അഡ്വാൻസ്ഡ് ആയി. കൊച്ചു കേരളത്തിലുള്ള നമ്മുടെ ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ അല്ല, ഓരോ മേഖലകൾ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നില്ല. ഞങ്ങൾ ഫ്ലോപ്പിയെ കുറിച്ച് പറഞ്ഞാൽ അവിടെ നിന്ന് CD വരുന്നു, CD-യിൽ നിന്ന് USB വരുന്നു, USB-യിൽ നിന്ന് ഹാർഡ് ഡിസ്ക് വരുന്നു, ഹാർഡ് ഡിസ്കിൽ നിന്ന് ക്ലൗഡായി. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസ് കൈമാറുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തിയപ്പോൾ ഈ കാലഘട്ടത്തിൽ മാറാതിരുന്ന ആൾക്കാരെല്ലാം പോയി. പുതിയ മേഖലകളിൽ തൊഴിൽ വന്നു, പുതിയ മേഖലകൾ ഓപ്പണായി. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് സംരംഭത്തിൽ അന്നയുണ്ട്, ഞാനും ഉണ്ട്, നമ്മൾ ചേർന്നുകൊണ്ട് നമ്മളൊരു പുതിയ കോഴ്സ് സംരംഭകർക്ക് വേണ്ടിയിട്ട് ഒരു 120 മണിക്കൂറോളം നീളുന്ന വലിയൊരു കോഴ്സ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത് ടിനോസിൻ്റെ ബുദ്ധിയാണ്. കോഴ്സിൻ്റെ കാര്യമെല്ലാം ചെയ്യുന്ന ടിനോസാണ്. അതിൻ്റെ പിന്നിൽ ഡാൽവിയുണ്ട്, ഡാൽവിയുടെ സ്റ്റാഫുണ്ട്. അപ്പോൾ ആ കോഴ്സിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കുന്ന ഒരു സംരംഭകന് എന്ത് കിട്ടും എന്നുള്ളതൊന്ന് വ്യക്തമായിട്ട് സംസാരിക്കാം. തീർച്ചയായിട്ടും ഒരു സംരംഭത്തെ സംബന്ധിച്ച് ഒരു കോഴ്സ് വളരെ ഉപകാരപ്പെടും. കാരണം ഇങ്ങനെയുള്ള കോഴ്സുകളാകെ ചെയ്യുന്നത് കുട്ടികളായിരിക്കും ചെയ്ത് കണ്ടിട്ടുണ്ടാവുക. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനെ കോഴ്സ് കുട്ടികൾ പഠിക്കും. ഓക്കെ,
നമ്മൾ കൊടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു വിദ്യയാണ്, ഇല്ലെങ്കിൽ നിങ്ങളൊരു പ്രോഗ്രാമർ ആവാനോ ഡെവലപ്പർ ആവാനോ അല്ല പഠിപ്പിക്കുന്നത്. ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥാപനത്തെ എങ്ങനെ വളർത്താം, പ്രൊഫിറ്റബിൾ ആക്കാം എന്നായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ സെയിൽസ് കൂട്ടാം. എക്സാക്ട്ലി, സെയിൽസ് എങ്ങനെ കൂട്ടാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഏത് സോഫ്റ്റ്വെയർ എവിടെ ഉപയോഗിക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലീഡ്സ് വരും, മിക്ക കമ്പനീസും ചെയ്യുക, ലീഡ്സ് ഒരു എക്സലിലാക്കും, നേരെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഡോക്കിലേക്ക് ആക്കും, ആ ലിങ്ക് ഇട്ട് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് ചെയ്യുന്നത്. ഇതിനുപരി നമുക്ക് എന്താ പറയുക, CRM അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് AI ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെ നമ്മൾ പരിചയപ്പെടുത്തും. ഒരു സംരംഭകൻ അതെങ്ങനെ ഉപയോഗിക്കാമെന്നും പഠിക്കും, അതുപോലെ തന്നെ അവരുടെ സ്റ്റാഫിനും ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കാം. ഓക്കെ, ഒരു സംരംഭകൻ മാത്രം പഠിച്ചിട്ട് കാര്യം. ആദ്യം സംരംഭകനെ പഠിപ്പിക്കണം, പിന്നെ സ്റ്റാഫിനെ പഠിപ്പിക്കണം, ട്രെയിൻ ചെയ്യിക്കണം. എക്സാക്ട്ലി. അപ്പോൾ അവർ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വലിയൊരു യുഗത്തെ പറ്റിയായിരിക്കും. ഒരു മാർക്കറ്റിംഗ് ചെയ്തിപ്പോൾ ഒരു ലീഡ് വാട്സപ്പിൽ വന്നു എന്നിരിക്കട്ടെ, ആ വന്ന ലീഡിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുക, അത് നമ്മളിവിടെ. അതായത് നമുക്കൊരു കോള് വരുന്നു, ആ കോള് വരുന്ന ലീഡ് വരുന്നു, ആ ലീഡ് ഓട്ടോമാറ്റഡ് ആയിട്ടൊരു സിസ്റ്റത്തിലേക്ക് പോകുന്നു. ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ടെലികോളേഴ്സ് ഇരുന്ന് കോൾ ചെയ്യുന്നു. ആ കോൾ ചെയ്തപ്പോൾ ഒരു സെയില് ക്ലോസ് ആയില്ലെങ്കിൽ എന്തുകൊണ്ട് ക്ലോസ് ആയില്ല എന്ന് കണ്ടെത്തുന്നു. ഇനി ഇവർ കോൾ ചെയ്തില്ലെങ്കിൽ ക്യാമറ ഇടുന്നിട്ട് നോക്കുമ്പോൾ ഇവർ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. കോള് എന്തുകൊണ്ട് ക്ലോസ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡേറ്റ കിട്ടുന്നു, എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഡേറ്റ കിട്ടുന്നു. അപ്പം ഇതൊരു ഫുൾ ഓട്ടോമേഷൻ സിസ്റ്റത്തിലേക്ക് മനുഷ്യനെ മാറ്റുകയാണ്. സംരംഭത്തെ സംബന്ധിച്ച് അക്കൗണ്ട്സ് ബുക്കിൽ പാഴ്ചെലവുകളെല്ലാം പോകുന്നു, ചെലവ് കൃത്യമാകുന്നു, ലാഭം ഉണ്ടാകുന്നു. തൊഴിലാളികളെ സംബന്ധിച്ച് കൂടുതൽ ഇൻസെന്റീവ് കിട്ടുന്നു, മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നവർക്ക് ഇൻസെന്റീവ് സാലറിയും കൂടുന്നു. വളരെ ടെക്നോളജിക്കലായിട്ട് ഞാൻ ചെയ്തു പക്ഷെ റിസൾട്ട് ഇല്ല, ഇല്ലെങ്കിൽ നീ ചെയ്തില്ല, അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്തില്ല എന്നും റിസൾട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കറക്റ്റ് അക്യുറേറ്റ് കാര്യമാണ് അവിടെ നടക്കത്തുള്ളൂ. എന്താണ് ചെയ്തത്, എന്തുകൊണ്ട് റിസൾട്ട് ഇല്ല, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല, ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ ചെയ്തിട്ട് റിസൾട്ട്, ഒരു ഡേറ്റ കിട്ടുകയാണ്. അതെ, ക്ലിയർ ആൻഡ് കട്ടായിട്ടുള്ള കാര്യം. ഇൻഫോർമേഷൻ ഇസ് വെരി ക്ലിയർ. നമുക്കൊന്നും പറയണ്ട, ഇൻഫർമേഷൻ അവിടെ ഇരിക്കുകയാണ്. ഈ സൈബർ ഓഡിറ്റിങ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു കമ്പനി ഞാനാണെന്ന് കരുതി എന്ത് ചാർജ് വരുന്നുണ്ട്? സൈബർ ഓഡിറ്റിങ്ങിനെ സംബന്ധിച്ച് ഡിപ്പെൻഡ്സ് ഓൺ കമ്പനിയാണ് പറയാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു പേഴ്സണലായിട്ടൊരു വ്യക്തിക്ക് നമ്മൾ ചെയ്തു കൊടുക്കത്തില്ല, കാരണം നമ്മൾ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ്. ഒരു പേഴ്സണലായിട്ടൊരു വ്യക്തിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വരുന്നത് വേറെ പല ആവശ്യങ്ങളും കൊണ്ടായിരിക്കാം. ഓക്കെ, ഒരു മൊബൈൽ ലെവലിലെ ഡേറ്റ റിക്കവർ ചെയ്യുന്നത് അതല്ലാട്ടോ സൈബർ സെക്യൂരിറ്റി. ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു സ്ഥാപനത്തിന് ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ സിസ്റ്റം സെർവേഴ്സിൻ്റെ നമ്പർ, ഇല്ലെങ്കിൽ ഏത് മോഡലാണ്, ഇല്ലെങ്കിൽ ഏത് ടൂളാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക. നമുക്ക് 1 ലക്ഷം രൂപ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് എത്ര രൂപ വരെ വേണമെങ്കിലും പോകാം, ഡിപ്പെൻഡ്സ് ഓൺ കമ്പനി. പിന്നെ നമ്മൾ ഈ സംരംഭകർക്ക് കൊടുക്കുന്ന കോഴ്സിന് നമ്മൾ 50,000 രൂപയാണല്ലോ നിലവിൽ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് 4 ദിവസത്തെ ക്ലാസ്സാണ് കിട്ടുന്നത്. അപ്പോൾ അതിലൂടെ അവർക്കൊരു മുന്നോട്ട് പോകാനുള്ള ഒരു പലപ്പോഴും ട്രെയിനിങ്ങുകൾ എന്ന് വെച്ചാൽ മോട്ടിവേഷനോ അല്ലെങ്കിൽ സെയിൽസിൽ നമ്മൾ ചെയ്യേണ്ടതോ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതോ ആണ് പഠിപ്പിക്കുന്നത്. ടെക്നോളജിയിൽ എങ്ങനെ വേണം എന്നുള്ള ട്രെയിനിങ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മളാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ടിനോസാണ്, ഡാൽവിയാണ്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഒരുമിച്ച് പോകാൻ പറ്റും. ഒരുപാട് കമ്പനികൾ കൂട്ടി പോകേണ്ട കമ്പനികളെ നമുക്ക് തിരിച്ച് പിടിച്ച് കയറ്റാനായിട്ട് സാധിക്കും, തിരിച്ച് റീവാമ്പ് ചെയ്യാൻ പറ്റും. മുന്നോട്ടുള്ള യാത്രകൾ എല്ലാവിധ വിജയങ്ങളും ടിനോസിന് ഞാൻ നേരെയാണ്. ഇനിയും പുതിയ ഇന്നോവേഷൻസ് നിങ്ങൾ കൊണ്ടുവരട്ടെ. സംരംഭക ലോകത്ത് സംരംഭകർക്കും മാറുന്ന ലോകത്ത് ടെക്നോളജി അധിഷ്ഠിതമായി വളരുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് നിങ്ങൾ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട് ടിനോസിൽ, നിങ്ങളുടെ ആറാണ്ടിൽ. അതുപോലെ ഇനിയും ഒരുപാട് നല്ല ടെക്കുകൾ വരട്ടെ, നല്ല സംരംഭകർക്ക് നിങ്ങൾ കൈത്താങ്ങാകട്ടെ, നിങ്ങൾ ഒരുപാട് പേരെ വിജയത്തിലേക്ക് എത്തിക്കട്ടെ. ടിനോസിനും ഡാൽവിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പ്രോഗ്രാമിൽ വന്നതിനും സമയം ചെലവഴിച്ചതിലും നന്ദി. താങ്ക് യു വെരി മച്ച്.